കർത്താവിനെ കുറ്റപ്പെടുത്തുന്ന വേദഭാഗങ്ങൾ ഈ സുവിശേഷത്തിൽ ഒരുപാടുണ്ട്. അവൻ അങ്ങനെ ചെയ്തു, അവൻ പാപികളോടും വ്യഭിചാരിണികളോടും കൂടെ നടക്കുന്നത് കണ്ടു, അവൻ ദൈവമാണെന്ന് പറഞ്ഞു. ഇതുപോലെയൊക്കെ തന്നെ യേശുവിൻ്റെ നേർക്കുള്ള ഏറ്റവും വലിയൊരു കുറ്റപ്പെടുത്തൽ എന്തായിരുന്നെന്നറിയാമോ? കൊള്ളരുതാത്തവരോടുകൂടെയും പാപികളോടുകൂടെയും അവൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. നമ്മളൊക്കെ ഒരു അത്താഴം ഒരുക്കിയാൽ, നമ്മളൊക്കെ ഒരു വിരുന്നൊരുക്കിയാൽ, നമുക്ക് മാന്യരായിട്ട് തോന്നുന്നവരെയും നമുക്ക് സ്നേഹിതരായിട്ട് തോന്നുന്നവരെയൊക്കെ വിളിച്ച് ആ വിരുന്ന് പര്യവസാനിപ്പിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ കർത്താവ് ഓരോ വിരുന്നു മേശയെ രൂപാന്തരത്തിൻ്റെ മേശയാക്കി മാറ്റിയ ഒരാളാണ്. അത് പെസഹായുടെ തിരുവത്താഴ മേശ മാത്രമല്ല, കർത്താവ് സുവിശേഷം അറിയിച്ച് യഹൂദയുടെ തെരുവുകളിൽ കൂടെ അലഞ്ഞ് നടന്നതിന് ശേഷം മടങ്ങി വരുമ്പോഴും, വിശന്നേതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോഴും, പരീശനൊരുക്കിയ വിരുന്നിന് മുമ്പാകെ ഇരിക്കുമ്പോഴും, ശീമോനൊരുക്കിയ വിരുന്നിന് മുമ്പാകെ ഇരിക്കുമ്പോഴും ആ വിരുന്നുമേശ